അപ്പൊ ചങ്കളെ 26.1 വന്നതിന് ശേഷം ഐഫോൺ യൂസേഴ്സ് പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഡ്രെയിൻ ആയി പോവുക, ബാറ്ററിയുടെ ഹെൽത്ത് പെട്ടെന്ന് കുറയുക എന്നുള്ളതാണ്. ഇതൊക്കെ പരിഹരിക്കാനുള്ള സൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു ചാർജർ യൂസ് ചെയ്യുമ്പോൾ അത് സർട്ടിഫൈഡ് ചാർജറുകൾ യൂസ് ചെയ്യുക. അത് ആപ്പിൾ തന്നെ ഇറക്കില്ല 20 വാട്ട്സും 25 വാട്ട്സും ചാർജറുകൾ ഉണ്ട്. അത് തന്നെ യൂസ് ചെയ്യണം. നമ്മൾ ആൻഡ്രോയിഡിന്റെ 60 വാട്ട്സ് അതേമാതിരി 45 വാട്ട്സ് ചാർജറുകളൊക്കെ ഒഴിവാക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഫോണ് ചാർജ് എപ്പോഴാണ് തീരുന്നത്, അതായത് 20% എപ്പോഴാണ് എത്തുക, അപ്പൊ നമ്മൾ ചാർജ് ചെയ്യാൻ നോക്കുക. ഒരു 80% ആകുമ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്തോളൂ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ട്രൂട്ടോൺ യൂസ് ചെയ്യുക. ട്രൂട്ടോൺ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ ബ്രൈറ്റ്നസ് ആണ് ട്രൂട്ടോൺ എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് ഉള്ള പ്രതലങ്ങളിൽ പോകുമ്പോൾ അതിന്റെ ബ്രൈറ്റ്നസ് കുറയുകയും ലൈറ്റ് ഇല്ലാത്ത പ്രതലത്തിൽ പോകുമ്പോൾ അതിന്റെ ബ്രൈറ്റ്നസ് കൂടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം. അതാണ് ഈ ട്രൂട്ടോൺ എന്ന് പറയുന്ന ഒരു സംഗതി. പിന്നെ ഓവർനൈറ്റിന് ചാർജ് ഇടാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഗെയിമിംഗ് കളിക്കുമ്പോഴോ ചാർജിനിട്ട് ഗെയിമിംഗ് കളിക്കാതിരിക്കുക. അത് ക്യാമറ യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നെറ്റ് ഓഫ് ആക്കി വെക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്കിൽ ഒരുപാട് വേരിയേഷൻ വരും. ഈ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ 5G 4G അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. ആ വേരിയേഷനിൽ ബാറ്ററി ഒരുപാട് വലിക്കും ഫോണ്. അതായത് നെറ്റ്വർക്ക് സെക്ഷൻ ഒരുപാട് ബാറ്ററി വലിക്കുന്നതുകൊണ്ട് തന്നെ ബാറ്ററി ഹീറ്റ് ആവും. അതും ബാറ്ററി ഡ്രെയിനിങ്ങിന് കാരണം, ബാറ്ററി ഹെൽത്ത് കുറയാനും കാരണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക.